Hi and welcome back to my channel. So if you're new to my channel, welcome to my channel. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു Q&A വീഡിയോ ചെയ്യാം. ഇതിൽ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ ആകെ 2-3 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, ലോങ് വീഡിയോസ്. അതിലൊന്നും എന്നെക്കുറിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യനെയർ ഇടും. അപ്പോൾ അതിലെന്നെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ലൈക്ക് what I do, what job I do, what qualification I had. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആൻസർ ചെയ്തൊരു വീഡിയോ ഇട്ടാൽ ദാറ്റ് വിൽ ബി മോർ ഈസി. ലൈക്ക് പിന്നെയും ആളുകൾ ഇത് ചോദിക്കുമ്പോൾ ഐ ക്യാൻ ജസ്റ്റ് ഷെയർ ദ ലിങ്ക് ടു ദം. അപ്പോൾ ദാറ്റ് ഈസ് വൈ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വീഡിയോ, ഒരു Q&A വീഡിയോ പോലെ. ഞാൻ ഒരു 2 ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്വസ്റ്റ്യനെയർ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എല്ലാത്തിനും ഉത്തരവൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ദർ വാസ് സോ മെനി. ആൻഡ് അതിൽ തന്നെ ഏകദേശം എല്ലാം സിമിലറും കുറേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ക്ലബ് ചെയ്തിട്ടൊക്കെ ആൻസർ കൊടുത്തത്. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ Q&A. അപ്പോൾ let's start with it. So the very first question is, who am I, what I do and everything. അപ്പോൾ let me introduce myself. എൻ്റെ പേര് പൂജ എന്നാണ്. മൈ ഫുൾ നെയിം ഇസ് പൂജ കൃഷ്ണ. ആൻഡ് ഞാൻ കൊച്ചിയിൽ നിന്നാണ്. ഞാൻ വൈറ്റിലയാണ് എൻ്റെ സ്ഥലം. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കൊച്ചി തന്നെയാണ്. സോ വൈറ്റില ഇസ് മൈ ഹോം ടൗൺ. ഞാനിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഐ ആം സ്റ്റേയിങ് ഇൻ കൊരട്ടി, തൃശ്ശൂർ ജില്ലയെന്ന് പറയാം. മൈ ഹോം ഇസ് നൗ ഇൻ കൊരട്ടി. അപ്പോൾ ദാറ്റ് ആൻസേഴ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എവിടെയാണ് ചേച്ചി, എന്താണ്, വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ, ചേച്ചി ഇത് വർക്കാണ് ചെയ്യുന്നത്. സോ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ലെറ്റ് മീ ആൻസർ ഇറ്റ്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ BTech ആണ് ചെയ്തത്. ഞാൻ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. ഞാൻ 2020 പാസ് ഔട്ട് ആയതാണ്. ഞാൻ കൊറോണ ബാച്ചായിരുന്നു. 2020 ഞാൻ പാസ് ഔട്ട് ആയതാണ്. ഡിഗ്രി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് കമ്പനി എൻ്റെ TCS ആയിരുന്നു. TCS ഐ വർക്ക് ഫോർ അറൗണ്ട് 3.5 years, ഐ തിങ്ക് 3 to 3.5 years ഞാൻ TCSൽ വർക്ക് ചെയ്തു. ഞാൻ ഫ്രഷറായിട്ടാണ് കയറിയത്. ഞാൻ അസിസ്റ്റൻറ്റ് സിസ്റ്റം എൻജിനീയർ ട്രെയിനി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് കയറിയത്. അവിടെ നിന്ന് ഐ ഗോട്ട് എ പ്രൊജക്റ്റ് അലോക്കേറ്റഡ് ടു ഇറ്റ്. അപ്പം ഞാൻ വർക്ക് ചെയ്ത ഒരു ടെക്നോളജിയാണ് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് IAM. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാത്തത്. സോ ദാറ്റ് ഈസ് ദ ടെക്നോളജി ഐ വർക്ക്ഡ് ഇൻ. അങ്ങനെ 3.5 വർഷം ഞാൻ TCSൽ വർക്ക് ചെയ്തു. ഞാൻ സിസ്റ്റം എൻജിനീയറായിട്ടാണ് റിസൈൻ ചെയ്തത് അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇപ്പോഴത്തെ കമ്പനി. ഇറ്റ്സ് എ പൂനെ ബേസ്ഡ് കമ്പനി. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഐ ഡോണ്ട് വോണ്ട് ടു ഇറ്റ്സ് എ സ്മോൾ കമ്പനി, പീപ്പിൾ നോ ഈച്ച് അതർ. സോ എനിക്ക് അത്രയും എന്താ പറയുക, ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്ക്ലോസ് മോർ അബൌട്ട് മൈ കമ്പനി. ഇറ്റ്സ് എ സ്മോൾ കമ്പനി. Again, the same technology which I worked in, that is identity and access management. ആ ടെക്നോളജി തന്നെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ആസ് എ കൺസൾട്ടൻറ്റ്. സോ ഈ കമ്പനിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 6 to 7 months ആയി. സോ ദാറ്റ് എക്സ്പ്ലെയിൻസ് ഇറ്റ് ഓൾ. എൻ്റെ ക്വാളിഫിക്കേഷൻ, എൻ്റെ ജോബ്. അപ്പോൾ ഐ ആം ബേസിക്കലി എ സോഫ്റ്റ്വെയർ എൻജിനീയർ. ജോബ് റിമോട്ടാണ്. ഹൗ ഐ ഗോട്ട് റിമോട്ട് ജോബ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഞാൻ റിമോട്ട് ജോബ് നോക്കി കിട്ടിയതല്ല. ബട്ട് വെൻ ഐ അപ്ലൈഡ്, ഈ കമ്പനി, എൻ്റെ കമ്പനി പൂനെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഗോയിങ് ദെയർ ആൻഡ് വർക്കിംഗ് ഇസ് നോട്ട് വർത്ത് ഇറ്റ്. അപ്പം ഞാൻ റിമോട്ടായിട്ട് ചോദിച്ചു ആൻഡ് ദേ വർ റെഡി ടു ഗിവ് മി എ റിമോട്ട് പൊസിഷൻ. അങ്ങനെ എനിക്ക് കിട്ടിയത് റിമോട്ട് ജോബ്. ഐ ഡു വർക്ക് ഫ്രം ഹോം ഓൺലി. ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഐ ഹാവ് നെവർ ബീൻ ടു മൈ ഓഫീസ്. സോ ഐ വർക്ക് ഫ്രം ഹോം. ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യം വരും. ബട്ട് സ്റ്റിൽ ഐ ഹാവ് നോട്ട് വിസിറ്റഡ് മൈ ഓഫീസ് ഇൻ പൂനെ. അപ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫോർ മൈ കൺവീനിയൻസ്. ഐ ചോയ്സ് വർക്ക് ഫ്രം ഹോം. പക്ഷേ എനിക്ക് ഓഫീസ് ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമ്പോൾ ഞാൻ ഐ കം ടു മൈ ഹസ്ബൻഡ്സ് ഓഫീസ് വിച്ച് ഈസ് ഓൾസോ ലൊക്കേറ്റഡ് ഇൻ കൊരട്ടി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. അതാണ് എൻ്റെ വീഡിയോസിലൊക്കെ ഒരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന കാണുന്ന എല്ലാവരോടും പറയാനുള്ളൊരു
ഉത്തരവാണ്. ദാറ്റ് ഇസ് നോട്ട് മൈ ഓഫീസ്, ഇറ്റ്സ് മൈ ഹസ്ബൻഡ്സ് ഓഫീസ്. ഐ വർക്ക് ഫ്രം ദെയർ വെനെവർ ഐ ഫീൽ ഓഫീസ് സിക്ക്. എനിക്ക് ഒരു വർക്ക് എൻവിറോൺമെൻറ്റ് വേണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ അവിടെ ഒന്ന് വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് മെയിൻലി മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്. ഞാൻ വളരെ ചുരുക്കം ദിവസം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാറുള്ളൂ. കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ബോറടിക്കും, പിന്നെ പ്രൊഡക്റ്റീവ് ആയില്ല. സോ ഐ കം ടു ദ ഓഫീസ് ആൻഡ് വർക്ക്. അപ്പോൾ ദാറ്റ് എക്സ്പ്ലെയിൻസ് അബൌട്ട് മൈ ജോബ്, അബൌട്ട് മൈ റിമോട്ട് വർക്ക്, മൈ ക്വാളിഫിക്കേഷൻ ആൻഡ് എവറിത്തിങ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കുറേ ചോദിക്കുന്നതാണ് about my marriage and everything. So I got married in 2022 നവംബറിലായിരുന്നു എൻ്റെ മാരേജ്, and we have completed 2 years of marriage now, and it was an arranged marriage. So that explains that I am married. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, how do I manage my job as well as taking the video? അപ്പോൾ ടേക്കിംഗ് വീഡിയോസ് ഇസ് സംതിങ് വിച്ച് ഐ ലവ്. അപ്പോൾ എപ്പോഴും എനിക്ക് അതിനുള്ളൊരു ടൈം കണ്ടെത്തുക എന്നുള്ളത് അതെനിക്കൊരു എക്സ്ട്രാ ഒരു ജോബായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഐ ജസ്റ്റ് ഫൈൻഡ് ടൈം ടു മേക്ക് ഇറ്റ് വർക്ക്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിങ്ങും ഓൾസോ ഹെൽപ്സ് മീ ഇൻ ദിസ്. ഐ വർക്ക് ഫ്രം 12 to 9. ആ ഒരു ടൈമിൽ എനിക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. നൗ ഓൾദോ ഐ എം വർക്കിംഗ് ഫ്രം 11 to 8 ആൻഡ് എവറിത്തിങ്, ബട്ട് ആ ഒരു വർക്ക് ടൈമാണ് എനിക്ക്. സോ മോർണിംഗ് ഐ എം കമ്പാരിറ്റീവ്ലി ലെസ് ബിസി. അപ്പോൾ ആ ടൈമിലായിരിക്കും ഞാൻ മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഐ ടു ടേക്ക്. പിന്നെ ബ്രാൻഡ്സ് ആയിട്ടുള്ള ഷൂട്ട്സൊക്കെ ആണെങ്കിൽ ഐ ടേക്ക് ഇറ്റ് ഓവർ ദ വീക്കെൻഡ് ബിക്കോസ് ഇറ്റ് റിക്വയർസ് മോർ ടൈം. ബാക്കി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഡെയിലി ലൈഫ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഐ ടേക്ക് ഇറ്റ് ഓൺ ദ ഗോ. രാവിലത്തെ വീഡിയോസ് ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്നത്, ബിക്കോസ് ദാറ്റ് ഈസ് മോർ ഈസി ഫോർ മീ. ദാറ്റ് ഈസ് ഇറ്റ്. അങ്ങനെയാണ് ഞാൻ ഇത് രണ്ടും മാനേജ് ചെയ്യുന്നത്. ഐ ലവ് ടേക്കിംഗ് വീഡിയോസ് ആൻഡ് പോസ്റ്റിംഗ് ഇറ്റ്. പിന്നെ വർക്കിൻ്റെ വഴിക്ക് അങ്ങ് പോവും. സോ I find time to do both of those. Questions I get asked mostly about my work, then how do I manage work and the video taking, അതൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ എൻ്റെ വീട് എവിടെയാണ്, അതൊക്കെ ഐ ഹോപ്പ് ഐ ഹാവ് ആൻസേർഡ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ഇതൊരു വലിയ ലോങ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് 4 to 5 ബേസിക് ക്വസ്റ്റ്യൻസ് വിച്ച് ഗെറ്റ് റിപ്പീറ്റഡ്. എപ്പോഴും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആൻസർ ചെയ്തൊരു വീഡിയോ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് വൈ ഐ ഡിഡ് ദിസ് വീഡിയോ. ഇതൊരു ലോങ് വീഡിയോ അല്ല. ഐ തിങ്ക് കഷ്ടി ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഭാഗ്യം. അപ്പോൾ യെസ്, ദാറ്റ് ഈസ് വാട്ട്. ഇനി നിങ്ങൾക്ക് എനി ക്വസ്റ്റ്യൻസ് ദെൻ comment. That's it. Thank you for watching my video. If you like this video, give a thumbs up and subscribe to my channel. അപ്പോൾ ഇനിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്നെനിക്ക് നല്ല പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ ഈ വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഐ ഹോപ്പ് ഐ വിൽ കീപ്പ് ഓൺ പോസ്റ്റിംഗ് വീഡിയോസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.